വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുവരുന്നത്. ഇതിനകം തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, ആൾനാശമെല്ലാം കാണിച്ച് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്, ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ് എന്ന്. 10ാം ധനകാര്യ കമ്മീഷനാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിർവചനം നൽകിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/3 ആളുകളെ ഈ ദുരന്തം ബാധിച്ചിരിക്കണം. അതായത് കേരളത്തിലുള്ള 3.25 കോടി ജനങ്ങളിൽ 1 കോടിയിലധികം ജനങ്ങളെയെങ്കിലും ഈ ദുരന്തം ബാധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഈ തീരുമാനം ദുരന്തത്തിന്റെ തീവ്രത അനുസരിച്ചായിരിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നത് ദുരന്തത്തിന്റെ തീവ്രത അനുസരിച്ചായിരിക്കും. എന്നാൽ തീവ്രത എങ്ങനെയാണ് അളക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു നിർവചനം നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾ തന്നെയായിരിക്കും അതിൽ തീരുമാനമെടുക്കുക. അപ്പോൾ അവർ നോക്കുക, ജീവനാശം, നാശനഷ്ടം, പരിസ്ഥിതി ശോഷണം തുടങ്ങിയവയ്ക്കായിരിക്കും. ഈ ഒരു ഘടകത്തിൽ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വലിയൊരു പ്രതീക്ഷയും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിന് ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് സഹായങ്ങൾ നൽകാനുമുള്ള ശേഷിയുണ്ടോ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷി കൂടി ഇതോടൊപ്പം വിലയിരുത്തും. ഇനി ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന ദുരന്ത ബാധിതർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ അധിക സഹായം ഈ ദുരന്ത ബാധിതർക്കായി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഒരു സഹായ നിധി രൂപീകരിക്കും. അതിൽ 75% കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരുമായിരിക്കുക നൽകുക. അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഇതിനു പുറമെ കൂടുതൽ ഫണ്ട് കൂടി അനുവദിക്കും. വായ്പകൾ നൽകും. ഈ ദുരന്ത ബാധിതർക്കായി പ്രത്യേകം വായ്പകൾ നൽകും. ഇതിന്റെ തിരിച്ചടവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. തിരിച്ചടവിലും കൃത്യമായ ഇളവുകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തിൽ ലഭിക്കുന്ന സഹായങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ പരിശോധിച്ചു. 2018 മഹാപ്രളയം ഉണ്ടായപ്പോഴും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുൻപിൽ വെക്കുകയുണ്ടായി. എന്നാൽ അന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നൊരു രീതിയില്ല എന്നാണ് കേന്ദ്രം സംസ്ഥാനത്തിൽ നൽകിയ മറുപടി. ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയിലാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും, കൂടുതൽ സഹായം ദുരന്ത ബാധിതർക്ക് ലഭിക്കുമോ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.